ഹലോ. കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. മോനെ സ്കൂളിൽ പറഞ്ഞയച്ചു. പിന്നെ മോളാണെച്ചെങ്കിൽ തറവാട്ടിലാണ്. ഞാൻ തറവാട്ടിൽ കൊണ്ടാക്കി കൊടുത്തിട്ട് കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ടാണ് കേട്ടോ വന്നത്. എന്നിട്ട് അതേ ടി വി വെച്ചു. ടി വി വെച്ചിട്ട് ടി വിയിൽ പാട്ടാണ് വെച്ചിട്ടുള്ളത്. പാട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ കിച്ചണിൽ വന്നിട്ട് ഇന്നലെ അമ്മ കൊടുന്ന ചക്ക എടുത്തിട്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചോറ് രാവിലെ വെച്ചിട്ടുണ്ട്, മോന് കൊണ്ടുപോകണമല്ലോ. പിന്നെ അതിലേക്ക് ചെറുപയറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈ ചക്കട മൂക്ക അങ്ങനെ എന്തോ പറയുമല്ലോ, ആ സംഭവം വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കത്തി വെച്ചിട്ടാക്കിയിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ശരിക്കും അത് ഒരു കട്ടിംഗ് ബോർഡുമ്പോൾ വെച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടിയിരുന്നു എന്ന്. പിന്നെ അതൊക്കെ എങ്ങനെയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് ഞാൻ ചുളയൊക്കെ പറിച്ചെടുത്തു കേട്ടോ. ചുളയൊക്കെ പറിച്ചിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഞാൻ ആ പാത്രം കൊണ്ട് ഞാൻ ടീയുടെ മുന്നിൽ പോയിരുന്നിട്ടാണ് പിന്നെ അത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണത്. അതിൻ്റെ ഇടയിൽ സേമോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ സേമോളിൻ്റെ കൂടെ കിച്ചണിലുണ്ട്. സേമോൾ അതാ കിച്ചണിൽ കബോർഡൊക്കെ തുറന്ന് കളിക്കുകയാണ്. അപ്പം ഞാൻ വേഗം പിന്നെ ഉപ്പേരിയൊക്കെ വെക്കാനുള്ള പരിപാടി നോക്കുക കേട്ടോ. ഇതൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ വറവിട്ടെടുക്കണത്. ഒറ്റ വിസിൽ മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പോഴേക്കും തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോഴാണ് വേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വേപ്പിൻ്റെ ഇല പൊട്ടിച്ചു കൊടുത്ത് നിന്നിട്ട് അതൊരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ അതാ വേസ്റ്റ് എന്തൊക്കെ കൊണ്ട് കളയാൻ പോവുക കേട്ടോ. ബാക്കിൽ പാടാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് തെങ്ങിൻ്റെ കടക്കിലേക്ക് ഇടും. നല്ല മഴയുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും കുക്കറിൽ ഉള്ള ചക്ക വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ച് ചക്ക വറവിട്ടെടുക്കുകയാണ്. ചക്ക ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണക്കമീൻ. അപ്പോൾ അതിൽ മുളകും ഇതൊക്കെ തേച്ചിട്ട് ഞാൻ പിന്നെ അത് വറുത്തെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സേമോൾ ചെറുതായി ഒന്ന് വാശി പിടിച്ചപ്പോൾ ഞാൻ പപ്പടവട ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ കഷ്ണമൊക്കെ എടുത്തെടുത്ത് അവളുടെ കൂടെ ഇരുന്നിട്ട് കഴിച്ചു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇരുന്നിട്ട് കഴിച്ചു. ഇന്ന് ഉച്ചയ്ക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വറുത്തതും പിന്നെ ചക്കപ്പേരിയാണ്. ഇത് പയറ് പിന്നെ ഞാൻ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുളകൊന്നും ഇടാതെ വേവിച്ച് വെക്കണതാണ്, വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട്. അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഇതേക്ക് സേമോള് വേറെ പണി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്തുവെച്ച് അവിടെയൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കി. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി വന്നിരുന്നിട്ട് ചെറുപയറാണ് കേട്ടോ കഴിക്കണത്. പിന്നെ ഞാൻ മോൾക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ഫുഡ് കൊടുക്കുകയാണ്, ചോറ് കൊടുക്കുകയാണ്. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. രാവിലെ തുടങ്ങിയ മഴയാണ്, നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് കുറച്ചൊക്കെ ചോറ് കഴിച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വന്നിരുന്നു ചോറ്